എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതായത് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസം, അതായത് രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള വിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള അതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ എല്ലാ വിശേഷങ്ങളുണ്ട്, പലതരത്തിലുള്ള വിശേഷങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. ഏതായാലും നേരം എണീക്കാനായി, 5:30 കഴിഞ്ഞ് 5:45 നേരം എണീക്കുന്ന സമയമായി. 5:45. ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നേരെ നോക്കിയാൽ കാണാം ക്ലോക്ക്. അപ്പോൾ 5:40. ചൂടൊക്കെ ആയതുകൊണ്ട് 5:30 5:45 ഉള്ളിലായിട്ടുള്ള ആ സമയത്താണ് എണീക്കൽ. അമ്മ എണീറ്റു. നമ്മൾ പൂച്ചയും രാവിലെ തന്നെയൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ 6 മണിയായി. ഞാനേതായാലും നടക്കാൻ പോവാണ്. പതിവ് നടക്കുന്ന വഴി കൂടെ തന്നെ ഇങ്ങനെ നടക്കട്ടെ. മഞ്ചേരി തുറക്കൽ ബൈപ്പാസ് റോഡാണ്. തിരിച്ചു നടക്കണം. രാവിലത്തെ നടത്തം നമ്മളൊരു 3/4 മണിക്കൂർ 45 മിനിറ്റ് ആണ് നടത്തം. അപ്പോൾ നടത്തം കഴിഞ്ഞ് വന്നു. ചില ദിവസമാണെങ്കിൽ പിന്നെ അരമണിക്കൂർ നടന്ന് പിന്നെ മറ്റെന്തെങ്കിലും വ്യായാമങ്ങൾ, അങ്ങനെ പല രീതിയിലാണ്. ഇന്നിപ്പോൾ നടത്താം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഒന്ന് അരമണിക്കൂർ വിശ്രമം കഴിഞ്ഞാൽ പിന്നെ കുളിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ചായ പലഹാരം കഴിക്കൽ. അമ്മ അപ്പോഴേക്ക് പിന്നെ ചിലൊക്കെ ഞാനൊക്കെ നടന്നു വന്നപ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഇനിയിപ്പോൾ ചായ പലഹാരം കഴിക്കൽ. ഇന്നിപ്പോൾ ഓട്സിൻ്റെ പുട്ടാണ്. പിന്നെ ഇപ്പോൾ കോഴിമുട്ട, 2 കോഴിമുട്ട പുഴുങ്ങിയത്, അതൊക്കെ ഒന്ന് തോല് പൊളിക്കാം. 2 ഉണ്ട്. അമ്മയ്ക്കും എനിക്ക് ഓരോന്ന്. അപ്പം അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഒന്നിൻ്റെ അടുത്ത് പൊടിച്ചതാണിത്. പിന്നെ ഇപ്പം ഇന്ന് നേന്ത്രപ്പഴം. അപ്പം ഇതെല്ലാം രാവിലത്തെ ചായ കഴിക്കലേ, ചായ പലഹാരം. അതിൽ നേന്ത്രപ്പഴം. രാവിലത്തെ ചായ പലഹാരം കഴിഞ്ഞു. ഇനിയിപ്പം അത് കഴിഞ്ഞാലുള്ളത് ഒരു കുറച്ച് സമയം. പിന്നെ ആദ്യത്തെ പണി, രാവിലത്തെ ചായ പലഹാരം കഴിഞ്ഞ് ഉള്ള ആദ്യത്തെ പണി എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഫോണിൽ എന്താ വെച്ചാൽ രാവിലത്തെ നമുക്ക് നമ്മളെ ഫേസ്ബുക്കിലുള്ള അതുപോലെ യൂട്യൂബ് ചാനല് അതിലൊക്കെ വന്നിട്ടുള്ള നമ്മളെ കമൻറ്റുകൾ, പിന്നെ അപ്ഡേഷൻസ്, പുതിയ രാവിലത്തെ മറ്റ്
കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ പുതിയ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കൽ, നമ്മളെ കമൻറ്റുകൾ കാര്യങ്ങളെല്ലാം നോക്കി അതിനുള്ള റിപ്ലൈ കൊടുക്കൽ, അതൊക്കെ ഈ ഒരു സമയം ആണ് ആദ്യം. കാരണം രാത്രി നമ്മൾ കിടന്നുറങ്ങി എണീറ്റിട്ട് പിന്നെ ആദ്യം അല്ലെ രാത്രി പിന്നെ ഫോൺ വെച്ചാൽ നമ്മൾ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ഇല്ലല്ലോ. അപ്പോൾ രാവിലത്തെ പുതിയ വിശേഷങ്ങൾ കാര്യങ്ങൾ അതാണ് ആദ്യം ചെയ്യുക. പിന്നെ വാട്സപ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മെയില്, ഇങ്ങനെ എല്ലാ ഓൺലൈനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അതായത് നമ്മൾ എന്താണ് വന്നത് പുതിയ വെച്ചാൽ അതൊക്കെ നോക്കല്. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ കയറിയിട്ട് ന്യൂസ് അതുപോലെ മറ്റു വീഡിയോകൾ കാര്യങ്ങളെല്ലാം രാവിലെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തെല്ലാം കാണും. നാട്ടിലെ മറ്റു കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളൊക്കെ എന്നുള്ള ആ ഒരു പുതിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ പിന്നെ പത്രം ഞങ്ങളിപ്പോൾ വാങ്ങലില്ല, ആദ്യമൊക്കെ വാങ്ങിയിരുന്നു. അന്നൊക്കെ അടിച്ചാൽ നമ്മൾ ആ പത്രം വായനയുണ്ട് രാവിലെ. അപ്പോൾ പിന്നെ പത്രം വാങ്ങില്ല, എല്ലാം നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള മാധ്യമങ്ങൾ തന്നെ ആയല്ലോ. അപ്പോൾ പിന്നെ വെച്ചാൽ നമ്മൾ യൂട്യൂബിലാണ് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വന്നത് പുതിയത് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനി മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ഞാനൊന്ന് പുറത്ത് ഒന്ന് പോയി വരേണ്ട ആവശ്യമുണ്ട്. ഇതിന് വണ്ടിക്കല്ല, അത് കാറിനല്ല, നമ്മൾ ബസ്സിൽ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. ഏതായാലും പോയി വരാം. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ പോട്ടെ. വീടിൻ്റെ അവിടുന്ന് മഞ്ചേരി സ്റ്റാൻഡിലേക്ക് വണ്ടി കയറി വന്നു. അപ്പം അങ്ങനെ മഞ്ചേരി പുതിയ സ്റ്റാൻഡിൽ നിന്ന് നേരെ അങ്ങനെ പോവാണ്, എടവണ്ണയ്ക്കാണ്. ഇപ്പോൾ എടവണ്ണയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എടവണ്ണ ടൗണിലാണ്. മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ പോകുന്ന ആ ഒരു വഴിക്കാണ്, പത്തപ്പിരിയം ഒക്കെ കഴിഞ്ഞിട്ടാണ് എടവണ്ണ. എടവണ്ണയിൽ നിന്ന് ഒതായി അരീക്കോട് ഒക്കെ പോകുന്ന ഒരു പാലമാണ്, ആ ഒരു വഴിയാണ് ഇത്, സീതി ഹാജി പാലം. ഇങ്ങനെ നോക്കിയാൽ നല്ല രസമാണ് കാണാൻ, ഇങ്ങനെ വഴിക്ക്. ഈ ഒരു നമ്മളെ ടൗണിൽ നിന്ന് എടവണ്ണ ഈ ഒരു മനോഹരമായ ദൃശ്യം ഒന്ന് കാണിക്കാമല്ലോ, നമ്മളെ പ്രേക്ഷകർക്ക് കാണാമല്ലോ. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ വൈകിട്ടൊക്കെ നല്ല ആളുകളുണ്ടാവും ഇവിടെ, അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത്. നല്ല രസമുള്ള സ്ഥലം. ചാലിയാർ പുഴയ്ക്ക് കുറുകയായിട്ടുള്ള ആ ഒരു പാലം. ഏതായാലും ഇപ്പോൾ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് കുറച്ചേരൊക്കെ നിന്ന് നേരെ അങ്ങനെ പോവാണ്. നല്ല ചൂടുള്ളതുകൊണ്ട് എന്തായാലും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കട്ടെ. ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്, ഈ ഒരു പാലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്. ഇവിടെ ഇരുന്ന് അങ്ങനെ കുടിച്ചിട്ട് പിന്നെ നേരെ പോകണം.
പാലത്തിൻ്റെ ഇങ്ങ് പുറത്തുള്ള അവിടെ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇപ്പോൾ സൈഡിലൊക്കെ ഞാനങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളിതാ എത്തി, വീട്ടിലെത്തി. അപ്പോൾ ഏതായാലും ഞാൻ പോയി വന്നു 11:15. പോയി വന്ന് ഏതായാലും കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ഊണ് കഴിക്കാനായി, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അടുത്ത കാര്യങ്ങൾ. 12 മണിയായി, ഊണ് കഴിക്കായി. പിന്നെ ആദ്യം അമ്മയ്ക്ക് ഒക്കെ ഒന്ന് വിളമ്പി കൊടുക്കണം. കറികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയൊക്കെയാണ് ചിലത്. പിന്നെ നമുക്ക് രാവിലത്തെ ചായ പലഹാരത്തിനുള്ള കറികളുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഉച്ചയ്ക്ക്. അല്ലെങ്കിൽ പിന്നെ ചിലതൊക്കെ അമ്മ ഉണ്ടാക്കും. ഞാൻ എങ്ങോട്ടെങ്കിലും അങ്ങനെ പുറത്തേക്ക് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ കാബേജിൻ്റെ തോരനും പപ്പടം കാച്ചിയൊക്കെയാണ് ഇന്ന്. കൂടുതലും ഞാൻ തന്നെ ഉണ്ടാക്കൽ. പിന്നെ ഒഴിവില്ലെങ്കിൽ മാത്രം അമ്മ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണ കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ സമയം 12 മണിയായി. ഞങ്ങൾ ഉച്ച ഊണിൻ്റെ സമയമായി. അത് പിന്നെ മുടങ്ങാതെ 12 മണിക്ക് തന്നെയാണ്. അമ്മേൻ്റെ പിറന്നാൾ കേക്കിൻ്റെ ഒരു കഷ്ണം അത് പൂച്ചയ്ക്ക് കൊടുക്കട്ടെ. ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് എന്താ വെച്ചാൽ നമുക്ക് മീനില്ല. അപ്പോൾ നമ്മളെ കേക്ക് ഒരു കഷ്ണം കേക്ക് കഴിക്കും. കേക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ 3 മണി നേരത്തും കഴിക്കും. അതുപോലെ ഉച്ചയ്ക്ക് ഇപ്പം ഇന്ന് മറ്റേത് കഴിച്ചിട്ടുണ്ട്, പൂച്ച കഴിക്കുന്നത് കൊടുത്തു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടൊരു മധുരം, അതിനാണ് ഇപ്പോൾ ആ കേക്ക് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമ്മൾ എനിക്കിതാണ്, ഞാൻ അവിടെ ഈ ഒരു റൂമിൽ നമുക്കെന്താ വെച്ചാൽ കമ്പ്യൂട്ടർ എല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇനി വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ നമുക്ക് അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ ആയാലും ഉച്ചയ്ക്ക് ഉറക്കത്തിലാണ്, ഊണ് കഴിഞ്ഞാൽ ഉറക്കമുണ്ട്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ പിന്നെ ഇതാണ്, പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അത് ഇപ്പോൾ രാവിലത്തെ അങ്ങനെ ഓരോ സമയത്ത് വ്യത്യാസം ഉണ്ടാവും നമുക്ക്. ഇപ്പോൾ ചില എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ പുറത്തൊക്കെ പോയി വന്നു. അപ്പം അങ്ങനെ ഓരോ ദിവസത്തിൽ വെച്ചാൽ നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ, രാവിലെ പിന്നെ എണീറ്റ് പിന്നെ ചായ കുടിക്കൽ കാര്യങ്ങൾ അതുവരെയുള്ളതൊക്കെ നമുക്ക് എന്നും എനിക്ക് ഒരേപോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരും. കാരണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ അമ്മേൻ്റെ ഒന്നും പോലെ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കില്ലല്ലോ, പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് പിന്നുള്ള കാര്യങ്ങൾ മാറുക. അപ്പോൾ യാത്രകളുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ അത് വെച്ചാൽ ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ 12 മണിക്ക് ഊണ് കഴിച്ചു. ഇവിടെ വീട്ടിലാണെങ്കിൽ നമ്മൾ 12 മണിക്ക് തന്നെയാണ്. ഇപ്പോൾ വേറെ എവിടേക്കെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ വഴിയിൽ നമ്മൾ ആ ഒരു 12 മണി സമയം കണക്കാക്കിയിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സമയത്ത് ആ സമയത്ത് നമ്മൾ ഊണ് കഴിക്കും. ഇപ്പോൾ ഏതെങ്കിലും യാത്രയിലാണെങ്കിൽ ഇപ്പോൾ അതിന് പറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ 11 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 മണി 3 മണി എന്നാൽ അവിടെ അങ്ങനത്തെ ലോങ് യാത്ര വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. അതൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ. അതല്ലാതെയുള്ള സാധാരണ യാത്രകളിലൊക്കെ നമ്മളിപ്പോൾ ഈ 11-ൻ്റെയും ഈ 12 മണി സമയമായ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. അതിന് കറക്റ്റായിട്ടാണ് ഈ യാത്രേൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ 12 മണി സമയത്ത് ഇനിയിപ്പോൾ വീട്ടിലാണെങ്കിൽ എന്തായാലും കറക്റ്റാണ്. ഈ പുറത്തും അതെ മാറില്ല, വളരെ ചുരുക്കം വല്ല മറ്റെന്തെങ്കിലും വല്ല ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അതല്ലാതെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഭക്ഷണത്തിൻ്റെ ആ സമയം ഞാൻ കറക്റ്റാക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇനിയിപ്പോൾ വീഡിയോ കാര്യങ്ങൾ കുറച്ച് പഴയതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാനുണ്ട്. അതായി രാവിലെ യാത്ര ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് യാത്ര ഉണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യില്ല. അങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഇനി കുറച്ച് സമയം കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഇപ്പം നമുക്ക് 3 മണിയായാലും ഇപ്പം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോകാണ്ട്. ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. മറ്റൊന്ന് നേരെ മുന്നോട്ട് മഞ്ചേരി റോഡ് പോകുന്നു.
ആണ്. റോഡ് കണ്ടില്ലേ? ഈ ഇടത്തെ ഭാഗത്തായിട്ടാണ് കുന്നത്തമ്പലം. അമ്പലത്തിന്റെ ആ ഒരു കവാടം കണ്ടില്ലേ? പോയി പുല്ലഞ്ചേരി, വേട്ടേക്കോട് എന്നൊക്കെ പറഞ്ഞ പ്രാദേശികമായിട്ടുള്ള സ്ഥലമാണ്. അവിടേക്കാണ് എത്തുക. ഈ ചെറിയ ബസ്, മിനി ബസ്, ആ സർവീസ് ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പ്രാദേശികമായ ഒരു ഉൾഭാഗത്തുള്ള ഓരോരോ സ്ഥലങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ വേട്ടേക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടെയൊക്കെ വെച്ചാൽ ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ്. പല 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 ആവശ്യങ്ങൾക്കും വരുന്നതാണ് ഇവിടെയൊക്കെ. തിരിച്ചു പോരുകയാണ്. ഇതാ കുന്നത്തമ്പലത്തിൻ്റെ ആ ഒരു കവാടം ഇവിടെ ടൗണിലേക്ക് എത്താനായി. പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്ക് തന്നെ വേർപ്പ്. അപ്പോൾ ആ യാത്രയൊക്കെ കഴിഞ്ഞു വന്നു. ഇതിപ്പോൾ നമ്മൾ ആ വീടിന് അടുക്കളേൻ്റെ ആ പുറകിലുള്ള അവിടുത്തെ ആ ഒരു ചേട്ടൻ്റെ കൃഷി, അതിലുള്ള തക്കാളിയാണിത്. കണ്ടോ? ഇനിയിപ്പോൾ നല്ലോണ്ട്, നല്ല നാടൻ തക്കാളി. ഇനിയിപ്പോൾ അതിന് നനയ്ക്കട്ടെ. അങ്ങനെ നനയ്ക്കലും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് നാളെ ദോശയ്ക്കുള്ളതാണ്. അപ്പോൾ ദോശമാവൊക്കെ അരച്ച് അവിടെ വെച്ചു. അപ്പോൾ തലേദിവസം തന്നെയൊക്കെ നരച്ച് അതവിടെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരം. പിന്നെ നേരം 7:30. ഇന്നിപ്പോൾ എനിക്ക് ഇതാ ഗോതമ്പിൻ്റെ ദോശ, അതാണ്. പിന്നെ അതിലേക്ക് ഉച്ചയ്ക്കുള്ള കറി, ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ ആ കറി തന്നെയാണ് കഴിക്കാം. പിന്നെ അമ്മ ഇതാ കഴിച്ചുകൊണ്ടിരിക്കണു. അപ്പം ഞാൻ രാത്രി കഴിക്കുന്നത് ഗോതമ്പിൻ്റെ ദോശ, അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ട്, ഓട്സിൻ്റെ പുട്ട്, ഉപ്മാവ്, റാഗി ഉണ്ട്. അപ്പോൾ രാത്രി ഞാൻ അരി ഭക്ഷണം ഒഴിവാക്കി. കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് ശീലമായി. എന്നുവെച്ചാൽ പിന്നെ ഇപ്പോൾ ഈ സീരിയൽ കാണലാണ് അമ്മയ്ക്ക്. ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ ഉണ്ടാവും. അപ്പോൾ രാത്രിയായി, നേരം രാത്രിയായി. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ കിടക്കുന്ന സമയമായി 9:30 മണി ആയി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് രാവിലെ മുതൽക്ക് ഇന്നത്തെ ഒരു ദിവസം നടന്ന ആ ഒരു കാര്യങ്ങൾ, അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ദിവസം അതങ്ങനെ ചെയ്ത് നമ്മൾ അത് നമ്മളങ്ങനെ തുടർന്ന് നേരം രാത്രി 9:30 മണിക്കുള്ള കിടത്തം, അതായത് ഉറക്കത്തിൻ്റെ സമയം, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. രാത്രി പിന്നെ അങ്ങനെ പുറത്തേക്കുള്ള മറ്റ് യാത്രകൾ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കമുള്ളൂ. അടുത്താണെങ്കിലും ചിലപ്പോൾ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ മാത്രമുള്ള യാത്രയുള്ളൂ. എല്ലാം പകലൊക്കെ റെഡിയാക്കി വെക്കും. രാത്രി പിന്നെ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മൾ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ എനിക്ക് രാത്രി തന്നെ വീണ്ടും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. അമ്മ അവിടെ സീരിയലും കണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് രാത്രി ചെയ്യും. ഈ സമയത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. ഒരു 8 മണി, 8:30, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 9 മണി, അതിൻ്റെ ഉള്ളിൽ അതൊക്കെ തീർക്കും. അമ്മയത് കിടന്നു. അമ്മ പിന്നെ കിടന്നാൽ വേഗം ഉറങ്ങും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.